ഹേയ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കോട്ടയത്തെ അരുവിക്കുഴിയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇവിടോട്ട് ഇറങ്ങാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല നിറഞ്ഞൊഴുകി അഴകി കിടക്കുന്ന അരുവിക്കുഴി വെള്ളച്ചാട്ടം. നമ്മൾ ടോക്കണൊക്കെ എടുക്കാനുണ്ട്. ഞാനിപ്പോൾ കാണിച്ച ആ സ്ഥലത്താണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത്. ടോക്കൺ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുവാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് ഇച്ചിരി ഡേഞ്ചറാണ്. അവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിന് താഴോട്ട് മാത്രമേ നമുക്കൊക്കെ പ്രവേശനമുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ കിടന്ന് മറിയുവാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ നടുക്കൂന്ന് ചെന്നിട്ടും എനിക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ നിൽക്കപ്പുറതിയില്ലായിരുന്നു. കുഞ്ഞായും കാർത്തും എല്ലാവരും വെള്ളം കണ്ടപ്പോഴത്തേക്ക് എന്തുവാ വെള്ളം കാണാതെ കിടക്കുന്ന പോലെ അങ്ങോട്ട് ആക്രാന്തമായിരുന്നു കേട്ടോ. കുളിക്കാനും കളിക്കാനും ഒക്കെ. അപ്പോൾ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒട്ടും തന്നെ അഴുക്കില്ലാതെ നല്ല വെള്ളമാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളം. ഇതുപോലെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇവിടെ നിന്നൊക്കെ കാണാൻ ഒരുപാട് വ്യൂ ആയിട്ടുള്ള നല്ല നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാം. ആൾക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുവാണ്. ഇവിടെ പ്രായമൊന്നുമില്ല കേട്ടോ. ഒരുപാട് പ്രായമുള്ള മുത്തശ്ശന്മാർ വരെ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുവാണ് കേട്ടോ. ഇതുണ്ടോ, ആൾക്കാരെല്ലാം ഇതുപോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഓർത്ത് ഇങ്ങനെ കണ്ണുനീര് പോലെ കിടക്കുന്ന ഈ വെള്ളം ഒന്ന് ഇറങ്ങിയേക്കാം. ഈ ചേച്ചി ഇരിക്കുന്ന ഈ സ്പോട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരുപാട് കുഴിയൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ അമ്പാടി ഇറങ്ങി, പുറകെ ഞാനും ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞാലമ്പായിരുന്നു. അവനും ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വാലേ ചേച്ചിയും കൊച്ചും എല്ലാവരും വന്നു. അവിടെ നിൽക്കുന്ന ആ ഒരു ആൻറ്റി പറയുന്നുണ്ട്, മോളെ പിള്ളേരെയൊക്കെ സൂക്ഷിച്ചോണം, കമന്ന് പോകരുതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞാലമ്പാണ്. അവനെ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കയറി വരുവാണ് കേട്ടോ. എനിക്ക് മുട്ടിൻ്റെ അത്രയുണ്ട്. ആ കുഴിയുടെ അവിടെ അത്രയും മുട്ടിൻ്റെ അത്രയും വെള്ളം ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞായുടെ നിക്കറൊക്കെ മാറ്റിയിട്ട് കുഞ്ഞായെ ഇറക്കി അവനെ പിടിക്കണ്ടെന്നാണ് കേട്ടോ അവൻ പറയുന്നത്. അപ്പോൾ പിടിക്കാതെ നിന്ന് കളിക്കാനായിട്ടാണ് ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിക്കുമായിരുന്നു. നമ്മൾ ഒരു 2 മണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ മീനെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് ടൂറ് വന്ന പിള്ളേരാണ്. അവരെല്ലാവരും ടീച്ചേഴ്സിൻ്റെ കൂടെ ഓരോ സൈഡിലോട്ട് എല്ലാവരും മാറി മാറി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തേരം വെള്ളം കണ്ടാലും മതിയാവത്തില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ആറിൻ്റെ തീരത്താണ് വീട്. അപ്പം ആറ്റി നമ്മൾ കുളിച്ച് മടുത്താണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു അനുഭൂതി എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇറങ്ങി കുഞ്ഞായും കാർത്തും അമ്പാടിയും എല്ലാം കളിയാണ് ഭയങ്കര വെള്ളത്തിൽ. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ കുഞ്ഞാ ടീഷർട്ട് ഊര് കുളിക്കാനായിട്ട് ടീഷർട്ട് ഊരാൻ പറഞ്ഞ് അലമ്പായിരുന്നു. പിന്നെ ഞാൻ ടീഷർട്ടും വാച്ചും ഒക്കെ ഊരി കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ ഇരുന്നാണ് അർമാദം. അത് കഴിഞ്ഞ് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഇതിലേക്ക് ആൾക്കാർ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമാണ് കേട്ടോ. തെളിഞ്ഞ വെള്ളമാണ്. ഒട്ടും തന്നെ അഴുക്കൊന്നും ഇല്ലാത്ത നല്ല വെള്ളം. അപ്പം ഇതിനിടയിൽ ഒരു കോമഡി ഉണ്ടായി. ചേച്ചി നമ്മളിവിടുന്ന് കയറിയ സമയത്ത് ഈ വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി കുഴുത്തുപ്പാനായിട്ട് വായി വെള്ളം ഒഴിച്ച് അറിയാതെ വിഴുങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കളിയാക്കുമായിരുന്നു. മൂളിന്ന് എല്ലാവരും മൂത്രം ഒഴിച്ചൊക്കെ വിടുന്ന വെള്ളമായിരിക്കും, നീ കുടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻ്റടിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പ്രധാന കാര്യമെന്ന് പറയാനായിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് നല്ല ക്ലീനിങ് ആയിട്ടുള്ള ടോയ്ലറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. നമ്മൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല സേഫായിട്ടുള്ള ടോയ്ലറ്റൊക്കെയാണ് നമുക്കിവിടെ ഉണ്ട്. അപ്പം ഡ്രസ്സൊക്കെ മാറാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ വെള്ളത്തിൽ നിന്നൊക്കെ ഞങ്ങൾ കയറി നേരെ നമ്മൾ മണർകാട് പള്ളിയിലോട്ടും കൂടെ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും കേട്ടോ.
ഇപ്പോൾ കഴിഞ്ഞു പോയതാണ് കേട്ടോ. പഴയ പള്ളിയാണത്, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പുതിയ പള്ളി. അപ്പോൾ നമ്മൾ പുതിയ പള്ളിയുടെ അവിടോട്ട് വണ്ടി ഇടാനായിട്ട് താഴോട്ടൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട് കേട്ടോ. വഴിയോരത്തൊക്കെ ഫുള്ള് ഫ്രൂട്ട്സും ഒക്കെ കടയാണ്. അപ്പോൾ അതാ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പള്ളിക്കകത്തോട്ട് കയറി പോവാണ്. അതിൻ്റെ തൊട്ട് വെളിയിലായിട്ട് മെഴുകുതിരിയും എന്തൊക്കെയോ നേർച്ചയുടെ സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ആയിട്ട് കടയുണ്ടായിരുന്നു. അവിടുന്ന് കുട്ടികൾക്കൊക്കെ മറ്റേ കാറ്റാടിയൊക്കെ മേടിച്ച് നമ്മൾ പള്ളിക്കകത്തോട്ട് അങ്ങനെ കയറിയില്ല. ഞാൻ പള്ളിയുടെ വെളിയിലൊക്കെ നിന്ന് ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ വലിയൊരു മരം കണ്ടു, നിറച്ച് തണലാണ് കേട്ടോ, സൗകര്യമുണ്ട്. അപ്പം ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടി ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റാ.